ചങ്ങായിമാരെ ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ നായകനായ 83 സിനിമ കണ്ടിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയണം. ഈ സിനിമേൻ്റെ ഡബ്ബിങ്ങിനെ പറ്റി എടുത്തു പറയണം. കാരണം എടുത്തു പറയണമെന്നില്ല, ഡബ്ബിങ്ങിനെ പറ്റി പറയണം. അതായത് ഡബ്ബിങ് തീരെ പോരാ, വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ചില സമയത്തൊക്കെ ഒരു സീനുണ്ട് ഇതിനകത്ത്, ട്രെയിനിനകത്ത്. എന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കേൾക്കത്തില്ല. അത് മ്യൂട്ട് ചെയ്തൊന്നുമല്ല സിനിമേനകത്ത്, അത് ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണ്. നമുക്കൊന്നും കേൾക്കത്തില്ല. ക്യാരക്ടേഴ്സ് സംസാരിച്ച് പോകുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കേൾക്കത്തില്ല. മാത്രമല്ല ചില സമയത്ത് ക്യാരക്ടേഴ്സ് സംസാരിക്കാൻ നേരത്ത് രണ്ട് വോയിസ്, അതായത് ഞാനിയോ ശ്രീനിധി ഷെട്ടിയൊക്കെ സംസാരിക്കാൻ നേരത്ത് രണ്ട് വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ വലിയൊരു, കാരണം ഡബ്ബിങ്ങിനൊക്കെ പറയാനൊരു സിനിമേൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണ്. അത് തന്നെ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കണം. അത് ആരാ ഇതിൻ്റെ ശരിയാക്കേണ്ട ആളെന്ന് വെച്ചാൽ, ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കിടിലൻ സിനിമ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഞാൻ ഈ സിനിമേൻ്റെ പാർട്ട് 1 പാർട്ട് 2, അതായത് ഹിറ്റ് പാർട്ട് 1 ഹിറ്റ് പാർട്ട് 2 കണ്ട് ഇതിൻ്റെ പാർട്ട് 3യും കാണണമെന്ന് വെച്ച് പോയതല്ല. ഞാൻ ഈ സിനിമ കാണാനുള്ള കാരണം ഈ സിനിമേൻ്റെ നടനാണ് ഞാനി. എനിക്ക് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു നല്ലൊരു നടനാണ് ഞാനി. പുള്ളിക്കാരൻ്റെ റീസെൻറ്റ് ടൈംസിലെ സിനിമ എടുത്ത് നോക്കിയാലും സ്ക്രിപ്റ്റ് സെലക്ഷൻ എടുത്ത് നോക്കിയാലും കിടിലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. അതുകൊണ്ട് ഹിറ്റ് പാർട്ട് 1ഉം പാർട്ട് 2ൽ നിന്നും ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇത് പാർട്ട് 1ഉം പാർട്ട് 2ഉം പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്ലസ് ആക്ഷനാണ്. അതായത് ഫസ്റ്റ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പക്ക ത്രില്ലിംഗ് മൂഡിലാണ് പോകണമെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫുൾ ഒരു 20 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ സംസാരം, ബാക്കി ഫുള്ളൊരു അടിയാണ്. ആ അടി പിന്നെ ക്ലൈമാക്സ് വരെ അടിയാണ്. അത് വീക്ക് വയലൻസ്, നല്ല വയലൻസ് ഉണ്ട്. കട്ട ഏപ്പടമാണ്. പിള്ളേരെയോ അല്ലെങ്കിൽ വയലൻസ് കാണാൻ ഇത് ഈ അറപ്പുള്ള ആരും പോലെ ആ ഒരു പരിസരത്തെ പോലെ കാണാം. സെക്കൻഡ് ഹാഫ് ഫുള്ള് വയലൻസാണ്. ഒരു സീനൊക്കെ ഉണ്ട് ഒരു വായിനകത്ത്, മാൻ. അതുകൊണ്ട് വയലൻസ് ഇഷ്ടമില്ലാത്ത പോലെ സിനിമേൻ്റെ പരിസരത്തെ പോലെ കാരണം നല്ല കൊടൂര വയലൻസാണ് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ചിലവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഹിറ്റ് പാർട്ട് 1 പാർട്ട് 2 കണ്ട് ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് അങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ചാൽ നിങ്ങൾ ഹിറ്റ് 3ക്ക് കയറണമെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത് കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ, ആക്ഷനും കൂടിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ സിനിമ. കാരണം പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇൻവെസ്റ്റിഗേഷൻ, ഇനി പാർട്ട് 3യും കൂടി ഇൻവെസ്റ്റിഗേഷൻ, അതൊരു ബോറ് പരിപാടിയാവും. എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ ഈ ഫ്രാഞ്ചൈസി. അതുകൊണ്ട് അതെനിക്ക് നല്ലതായിട്ട് തോന്നി ആ ഒരു സെക്കൻഡ് ഹാഫിൽ. കാരണം ഓവർ ദ ടോപ്പ് ആക്ഷനൊന്നുമല്ല, നല്ല എല്ലാം കൺട്രോൾ ചെയ്തുള്ള ഒരു ആക്ഷൻ സീക്വൻസാണ്. അത് എനിക്ക് കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഇതിനകത്തൊരു ഡയലോഗുണ്ട്, അതായത് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഉള്ള ഒരു സാധനമുണ്ട്, ഒരു ഡയലോഗുണ്ട്. ഞാൻ ഇത്തിരി പേഴ്സണലായിട്ട് അതൊക്കെ കിഡിലുമായിരുന്നു. തിയേറ്ററിലൊക്കെ ഒരു ഓളം ഉണ്ടാക്കിയൊരു ഡയലോഗായിരുന്നു. പിന്നെ ഒരു കുഞ്ഞിൻ്റെ ഒരു സീനുണ്ട്, അതിനകത്ത് ഞാനി വരുന്നൊരു മോനെ ഗൂസ് ബംസ് പ്യുവർ ഗൂസ് ബംസ്, വേറെ ഒന്നും പറയില്ല. പിന്നെ സിനിമയകത്ത് കുറേ ക്യാമിയൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ഹിറ്റ് 1ഉം ഹിറ്റ് 2ഉം കണ്ടിട്ട് ഇല്ലാത്തവരാണെങ്കിലും ഈ സിനിമ കാണാം. പക്ഷേ ലാസ്റ്റ് ഒരു ക്ലൈമാക്സിലേക്ക് എടുക്കുമ്പോൾ കുറച്ച് ക്യാമിയോ വരുന്നുണ്ട്. ആ ക്യാമിയോ, അതായത് ആ ക്യാമിയോയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഹിറ്റ് 1ഉം ഹിറ്റ് 2ഉം കാണണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പക്ഷേ ഹിറ്റ് 1ഉം ഹിറ്റ് 2ഉം കണ്ട ആ ക്യാമിയോ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹൈപ്പ്, നിങ്ങൾക്കൊരു ഗൂസ് ബംസ് കിട്ടും. എനിക്കതുകൊണ്ട് ആ ഒരു പാർട്ട് 1ഉം പാർട്ട് 2ലും കുറച്ച് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് ക്ലൈമാക്സിൽ. അതൊക്കെ എനിക്ക് കിടിലമായിട്ട് തോന്നി. അത് പിന്നെ ഒരു നല്ലൊരു ക്യാമിയും കൂടി ഉണ്ട്, ഹിറ്റ് 4 ലീഡ് ചെയ്യണ അത് വീരപ്പൻ കിടിലമായിരുന്നു. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ആരാന്ന് പറഞ്ഞ സ്പോയിലറായി പോവും. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ അത് പോയി കണ്ടു നോക്കുക, കിടിലം ക്യാമിയോ ആയിരുന്നു. പിന്നെ ഈ സിനിമേനകത്ത് വേറൊരു രണ്ട് പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഒരെണ്ണം ശ്രീനിധി ഷെട്ടി. ഫസ്റ്റ് ഹാഫ് ആ റൊമാൻറ്റിക് സീനൊക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു. പിന്നെ ഈ സിനിമേൻ്റെ മ്യൂസിക് ഇത്തിരിയും കൂടി നല്ലൊരു, അതായത് നല്ല സീൻസൊക്കെ വരുമ്പോൾ മ്യൂസിക് ആ സീനൊക്കെ പക്ക നല്ല മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം അതായത് പീക്ക് ലെവൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമായിരുന്നു. പക്ഷേ മ്യൂസിക് ഇത്തിരി ഡൗൺ ആയത് കൂട്ടായിരുന്നു എനിക്ക് തോന്നിയത്. മ്യൂസിക് തമന്നയോ അനിരുദ്ധിനെ കയ്യിലൊക്കെ കൊടുത്തതിന് നല്ല പടപ്പിച്ച് തന്നേനെ. അതിനുള്ള ഇതുണ്ട്. എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട്. ഒരു
എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് ഹിറ്റ് 1ഉം 2ഉം കാണാതെ ഇത് കാണാൻ സ്റ്റാൻഡ് അലോൺ പടമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.